നമസ്കാരം. ഡോക്ടർ ഈസി സായി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സന്ധ്യ, ആയുർവേദ ഡോക്ടറാണ്. പ്രായഭേദമന്യേ ആചരിക്കാവുന്ന ഒരു ജീവിതചര്യ തന്നെയാണ് യോഗ. യോഗ കൊണ്ടുള്ള പ്രയോജനങ്ങളും യോഗ എങ്ങനെ മറ്റുള്ള വ്യായാമ രീതികളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ശ്രേഷ്ഠമായി തീരുന്നു എന്നെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ കണ്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, തീർച്ചയായും കാണുക. ഇന്നത്തെ നമ്മുടെ വിഷയം യോഗ പരിശീലിക്കുമ്പോഴും അതിനു മുൻപും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ആദ്യമായി യോഗ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും സമയവുമാണ്. യോഗ ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം രാവിലെ തന്നെയാണ്. രാവിലെ, അതായത് പുലർച്ചെ 4:30 മുതൽ 8 മണി വരെ, മാക്സിമം പോയാൽ 9 മണി വരെ യോഗ ചെയ്യാവുന്നതാണ്. അതായത് അന്തരീക്ഷം വളരെ ശുദ്ധമായിരിക്കുന്ന സമയത്തും മറ്റ് ഡിസ്റ്റർബൻസസ് ഒന്നുമില്ലാത്ത സമയത്തുമായിരിക്കണം യോഗ ചെയ്യേണ്ടത്. വൈകുന്നേരങ്ങളിലാണെങ്കിൽ 4:30 മുതൽ 6 മണി വരെയും യോഗ ചെയ്യാവുന്നതാണ്. ഇനി യോഗ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ലവണ്ണം ശുദ്ധിയായിട്ടുള്ളതും, അതായത് വൃത്തിയായിട്ടുള്ളതും, അതുപോലെ തന്നെ വെന്റിലേഷൻ ഉള്ളതുമായിരിക്കണം. അതായത് AC റൂമും മറ്റും അല്ലാതെ നല്ലവണ്ണം ശുദ്ധവായു കടക്കുന്ന റൂമിൽ തന്നെ ആയിരിക്കണം യോഗ ചെയ്യേണ്ടത്. അടുത്തത്, യോഗ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് പ്രാഥമിക കാര്യങ്ങളെല്ലാം തന്നെ, അതായത് കുളിയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞിരിക്കണം. കുളി കഴിഞ്ഞതിന് ശേഷം യോഗ ചെയ്യുന്നത് കൂടുതൽ ആരോഗ്യപ്രദമായിരിക്കും. യോഗ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അതായത് വെറും വയറോടെ ആയിരിക്കണം യോഗ ചെയ്യേണ്ടത്. ഭക്ഷണം കഴിഞ്ഞിട്ടാണെങ്കിൽ 4:30 മുതൽ 4:45 മണിക്കൂറിന് ശേഷം മാത്രമേ യോഗ ചെയ്യാൻ പാടുള്ളൂ. ലഘുഭക്ഷണമാണെങ്കിൽ 2 മണിക്കൂറിന് ശേഷം ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ യോഗ ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ഭക്ഷണം കഴിക്കാനും പാടുള്ളൂ. യോഗ ചെയ്യുമ്പോൾ ഒരു യോഗ മാറ്റോ അല്ലെങ്കിൽ ഒരു വിരിപ്പോ വിരിച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് ഒരു നോൺ കണ്ടക്റ്റിംഗ് സർഫസിൽ ഇരുന്നോ അല്ലെങ്കിൽ കിടന്നോ വേണം യോഗ ചെയ്യാൻ. അതും നല്ലവണ്ണം വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. ഇനി യോഗ ചെയ്യുമ്പോൾ കിഴക്ക് ദിക്കിന് അഭിമുഖമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതം. യോഗ ചെയ്യുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങളും ലൂസ് ഉള്ളതായിരിക്കണം. രാവിലെയാണ് യോഗാസനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനു മുൻപ് വാമപ്പ് എക്സസൈസും പ്രാണായാമ പോലുള്ള ബ്രീതിങ് എക്സസൈസും ചെയ്യേണ്ടതാണ്. കാരണം രാത്രി മുഴുവൻ റെസ്റ്റിലായിരുന്ന ബോഡിക്ക് ഇത് കുറച്ചുകൂടി അയവ് തരുന്നു. അപ്പോൾ യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പവും സുഖകരമാവുകയും ചെയ്യുന്നു. വൈകുന്നേരങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി യോഗ ചെയ്യുമ്പോൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പ്രവൃത്തികൾ ഏർപ്പെടാനോ പാടുള്ളതല്ല. യോഗാഭ്യാസം ചെയ്യുമ്പോൾ മനസ്സ് മുഴുവൻ അതിൽ തന്നെ കേന്ദ്രീകരിച്ചു വേണം ചെയ്യാൻ. അതുപോലെ മടി പിടിച്ചോ അല്ലെങ്കിൽ ഇതെങ്ങനെങ്കിലും തീർന്നാൽ മതി എന്ന മനസ്സോടു കൂടിയോ ഒന്നും തന്നെ യോഗ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രായഭേദമന്യേ അഭ്യസിക്കാവുന്ന ഒന്നാണ് യോഗ. വൃദ്ധനായാലും ബാലനായാലും അതിവൃദ്ധനായാലും വ്യാധിതനായാലും, അതായത് രോഗമുള്ളവനാണെങ്കിൽ കൂടി യോഗ ചെയ്യാവുന്നതാണ്. എന്നാൽ ഓരോരുത്തരും അവരവരുടെ ശക്തിക്കനുസരിച്ചുള്ള യോഗാസനങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രം. അതുപോലെ ചില രോഗങ്ങൾ ഉള്ളവർക്കും എങ്ങനെ എല്ലാ യോഗാസനങ്ങളും ചെയ്യാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന് BP വേരിയേഷൻ ഉള്ള, അതായത് ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഉള്ളവരോ അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരോ അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് പോലും ചില യോഗാസനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും ഒരു യോഗ ട്രെയിനറുടെ ഉപദേശം സ്വീകരിക്കുക തന്നെ വേണം. അല്ലാതെ യോഗാസനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി ചിലർക്ക് ചില യോഗാസനങ്ങൾ പരിശീലിച്ച് ശരിയാവാൻ കുറച്ച് കാലതാമസം പിടിക്കാറുണ്ട്. ചിലപ്പോൾ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ ഒക്കെ പിടിക്കാറുണ്ട്. എന്നിട്ടും അങ്ങനെയുള്ളവർക്ക് ആ യോഗാസനം അസാധ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ യോഗാസനം ഉപേക്ഷിച്ച് മറ്റുള്ളവ ചെയ്യാവുന്നതാണ്. അല്ലാതെ ശരീരത്തിന് ക്ഷീണമുണ്ടാക്കി തീർക്കരുത്. അതുപോലെ തന്നെ യാതൊരു വിധത്തിലും യോഗാസന പരിശീലനം ക്ഷീണകരമായി പരിണമിപ്പിക്കരുത്. അതായത് യോഗാസനങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് ശരീരത്തിന് ക്ഷീണമുള്ളതാക്കി തീർക്കരുത്. എല്ലാ യോഗാസനങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യണമെന്ന് യാതൊരു വ്യവസ്ഥയുമില്ല. ശരീരത്തിന് എപ്പോൾ ക്ഷീണം തോന്നുന്നുവോ അപ്പോൾ 2-3 മിനിറ്റ് ശവാസനത്തിൽ കിടക്കുകയും അതിനുശേഷം ക്ഷീണം മാറിയതിനു ശേഷം തുടർന്ന് യോഗാസനങ്ങൾ ചെയ്യാവുന്നതുമാണ്. ഇനി യോഗാഭ്യാസങ്ങളും മറ്റ് എക്സസൈസുകളും ഒരുമിച്ച് ചെയ്യാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. യോഗാഭ്യാസങ്ങളും മറ്റ് എക്സസൈസുകളും ഒരുമിച്ച് ചെയ്യാം എന്ന് തന്നെയാണ് അതിന് ഉത്തരം. എന്നാൽ രണ്ടും കൂടി ഇടകലർത്തി ചെയ്യാൻ പാടുള്ളതല്ല. അതായത് രണ്ടും ഒരേ സമയങ്ങളിൽ ചെയ്യാൻ പാടുള്ളതല്ല. രണ്ടും കൂടി 1/2 മണിക്കൂറിനെന്തെങ്കിലും വ്യത്യാസം വെച്ച് വേണം ചെയ്യാൻ. സ്ത്രീകളുടെ കാര്യമെടുക്കുമ്പോൾ
ആർത്തവ കാലത്ത് സ്ത്രീകൾ യോഗാസനങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പാടുള്ളതല്ല. ആ സമയങ്ങൾ ബ്രീതിങ് എക്സസൈസുകൾ ചെയ്യാവുന്നതാണ്. ഇനി ഗർഭിണികളുടെ കാര്യം എടുക്കുമ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയങ്ങളിൽ ചില യോഗാസനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. ശാസ്ത്രത്തിൽ ആദ്യത്തെ 2-3 മാസങ്ങളിലും അതിനുശേഷവും ചെയ്യാവുന്ന യോഗാസനങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. അവയല്ലാതെ മറ്റുള്ളവ ഗർഭിണികൾ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു യോഗ ട്രെയിനറിന്റെ ഉപദേശം നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. സ്ത്രീകളിൽ പോലെ തന്നെ കുട്ടികൾക്കും ചില യോഗാസനങ്ങൾ, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ചില യോഗാസനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. യോഗ പരിശീലനത്തിന് ദീർഘകാലം മുടക്കം സംഭവിക്കുകയും പിന്നെ അത് പുനരാരംഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു തുടക്കക്കാരനെ പോലെ തന്നെ, അതായത് ചെറിയ രീതിയിലുള്ള യോഗാസനങ്ങൾ ചെയ്തു വേണം വീണ്ടും അത് തുടങ്ങേണ്ടത്. ഇല്ലെങ്കിൽ അത് ശരീരത്തിന് കൂടുതൽ ക്ഷീണകരമായി തോന്നാം. ചിലർ ചോദിക്കാറുണ്ട്, 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ ചില യോഗാസനങ്ങൾ ചെയ്തിട്ട് പ്രയോജനം കാണുന്നില്ല എന്നുള്ളത്. യോഗാസനങ്ങൾ അല്ലെങ്കിൽ യോഗ എന്നുള്ളത് 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ ശീലിക്കേണ്ടതല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കേണ്ടതാണ്. അപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ളതും പരോക്ഷമായിട്ടുമുള്ള ഒരുപാട് പ്രയോജനങ്ങൾ യോഗ കൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇന്ന് നിർത്തുന്നു. നന്ദി. ലോകാ സമസ്ത സുഖനോ ഭവന്തു.